ഇടതുപക്ഷത്തിനെതിരെയാണെങ്കിൽ, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയാണെങ്കിൽ, CPIM-നെതിരെയാണെങ്കിൽ, തെരുവിലൂടെ പോകുന്ന ഒരു പട്ടിയാണെങ്കിൽ ആ പട്ടിയെയും ഒപ്പം കൂട്ടാം എന്ന മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി. തമ്മിൽ തല്ലും ചേരിപ്പോരും തൊഴുത്തിൽ കുത്തും കാലുവാരലും അഴിമതിയും അട്ടിമറിയും തട്ടിപ്പുമായി നടക്കുന്ന ഒരു കൊള്ള സംഘത്തിന്റെ കയ്യിലാണ് കേരളത്തിന്റെ ഭരണമെങ്കിൽ ഈ നാട് തകർന്ന് ചിഹ്ന ഭിന്നമായി പോകുമായിരുന്നില്ലേ? അവിടെയാണ് പിണറായി സർക്കാരിന്റെ പ്രത്യേകത. യോദ്ധാക്കളെ പോലെ പ്രവർത്തിക്കുന്ന മന്ത്രിമാർ, ഭരണയന്ത്രം, ആജ്ഞാശക്തിയുള്ള മുഖ്യമന്ത്രി, അസാധ്യമായതിനെ സാധ്യമാക്കുന്ന രാഷ്ട്രീയ തന്ത്രം. ആ ഇച്ഛാശക്തിയുടെ മുൻപിലാണ് കേരളം ധീരമായി മുൻപോട്ട് പോകുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ആയുസ്സറുതിക്ക് മുൻപ് VD സതീശനും കൂട്ടർക്കും ഇനി കേരള നിയമസഭാ മന്ദിരത്തിന്റെ അകത്തളങ്ങളിലേക്ക് മന്ത്രിപദത്തിന്റെ അകമ്പടിയോടെ കടന്നു വരാനാവില്ല എന്ന തിരിച്ചറിവാണ് ഇപ്പോ ലീഗിനെയും ജമാഅത്തിനെയും RSSനെയും പഴയ പോപ്പുലർ ഫ്രണ്ടിനെയും എല്ലാം കൂട്ടിച്ചേർത്ത് ഇടതുപക്ഷത്തിനെതിരെയാണെങ്കിൽ, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയാണെങ്കിൽ, CPIM-നെതിരെയാണെങ്കിൽ, തെരുവിലൂടെ പോകുന്ന ഒരു പട്ടിയാണെങ്കിൽ ആ പട്ടിയെയും ഒപ്പം കൂട്ടാം എന്ന മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി. ഞാൻ ആരെയും പട്ടിയെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ആലങ്കാരിയായി പറഞ്ഞാണ്. അങ്ങനെ വരുന്നു പോയാൽ അതിനെയും ഒപ്പം കൂട്ടാം എന്ന മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി. അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ, തൊഴിലാളികൾ, പാവപ്പെട്ടവർ, ഇടത്തരക്കാർ, പട്ടികജാതി പട്ടികവർഗക്കാർ, ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ, യുവജനങ്ങൾ, സ്ത്രീകൾ, എല്ലാ വിഭാഗം മനുഷ്യരുടെയും പിന്തുണയോടെ കേരളത്തെ ശിഥിലമാകെ ആക്കാൻ വെമ്പി നിൽക്കുന്ന ഈ വലതുപക്ഷ സകലവിധ വർഗീയ കൂട്ടുകെട്ടിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതിന് ഞങ്ങൾ സജ്ജരാണ് എന്ന സമരപ്രഖ്യാപനം കൂടിയാണ് ഈ പൊതുസമ്മേളനത്തിൽ അണിനിരക്കാൻ അണമുറിയാത്ത നദീജല പ്രവാഹം എന്ന പോലെ ഒഴുകിയെത്തിയ ഈ മഹാജനാവലി അതിന്റെ സാക്ഷ്യപത്രമാണ്. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങളാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത്.